നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ ഓഹരി കൈമാറ്റത്തിൽ വീണ്ടും വെട്ടിലായിരിക്കുകയാണ് വി ഡി സതീശൻ. ഇന്ന് മാധ്യമങ്ങളെ അദ്ദേഹം കണ്ട് നടത്തിയ ചില പ്രതികരണങ്ങളാണ് മൂപ്പർക്ക് തന്നെ വലിയ പണിയായി മാറിയത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരി MSC എന്ന കമ്പനിക്ക് വിറ്റതിനെതിരെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്തിയപ്പോഴൊക്കെ വി ഡി സതീശൻ മാളത്തിനകത്ത് കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴും വി ഡി സതീശൻ നമ്മൾ കണ്ടേയില്ല. പക്ഷേ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ദേശാഭിമാനി പത്രവുമായി രംഗത്തേക്ക് വന്നു. കണ്ടില്ലേ, ഈ ദേശാഭിമാനി പത്രത്തിൽ ഇതെങ്ങനെ വന്നു, അപ്പൊ ഈ സംഭവം അവരുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് കുറെ ന്യായീകരണങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ കാണാം, ശേഷം ചിലതൊക്കെ പറയാനുണ്ട്. ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11 ആണല്ലോ. ജൂൺ 11 ഞങ്ങളുടെ MD അവിടെ ഹാജരായി. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5 MSC വരും. ഇനി നമുക്ക് മറ്റൊരു പത്രക്കട്ടിങ് കൂടി കാണാം. അതായത് ദേശാഭിമാനി പത്രത്തിൽ 5 വന്നു എന്ന് പറയുന്ന വാർത്തയാണല്ലോ നമ്മുടെ സതീശൻ കാണിച്ചത്. ഇപ്പൊ നോക്കൂ, മാതൃഭൂമിയിൽ 3 വന്ന വാർത്തയാണ്. അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ. ഇനി ETinfra.com എന്ന് പറയുന്നതിൽ 1 ഇതേ വാർത്ത തന്നെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സതീശ? ദേശാഭിമാനി പത്രം പൊക്കിപ്പിടിച്ച് നുണ പറഞ്ഞപ്പോ കരുതിയില്ലല്ലേ ഇങ്ങനെ സത്യം പുറത്തു വരുമെന്ന്. അല്ലെങ്കിൽ നമ്മുടെ സതീശേട്ടൻ ഇങ്ങനെയാണ്, നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ നുണകൾക്കൊക്കെ ഇത്ര ആയുസേ ഉള്ളൂ. എപ്പോ നുണ പറഞ്ഞാലും അപ്പോ ടപ്പേന്ന് പറഞ്ഞ് പൊട്ടും. പോട്ടെ, കാര്യമാക്കണ്ട, മൂപ്പർക്ക് അത് ശീലമായിട്ടുണ്ട്. പിന്നെ ശേഷം മാധ്യമപ്രവർത്തകർ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ദിവ്യ അയ്യരെ എന്തുകൊണ്ട് മാറ്റി എന്നതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്കും നമ്മുടെ വി ഡി സതീശൻ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്ന കാഴ്ച നമുക്കൊന്ന് കാണാം. പക്ഷെ ഇങ്ങനെയൊക്കെ ന്യായീകരണം ഇറക്കാൻ വി ഡി സതീശന് മാത്രമായിട്ട് കഴിയുള്ളൂ. പക്ഷെ വി ഡി സതീശൻ ഇപ്പോഴും മുഖ്യമന്ത്രി ആയതായിട്ട് ആർക്കും ഒരു ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പോഴും ഒരു പഴയ പ്രതിപക്ഷ നേതാവിനെ പോലെ കുറെ മുടന്ന ന്യായങ്ങളൊക്കെ നിരത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചുകൂടിയൊക്കെ പെർഫോമൻസ് ഉയർത്താനുണ്ടേ CM. എന്തായാലും നമുക്ക് CMന്റെ ആ ഒരു മൊത്തത്തിലുള്ള സ്ഥിരം പഴയ പല്ലവി ഡയലോഗ് അടി ഒന്ന് നമുക്ക് കാണാം. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളല്ല എനിക്ക് ഞാൻ മറുപടി പറയണ എന്തിനാ? നിങ്ങളൊക്കെ എന്തെല്ലാം വാർത്തകൾ ഇതുപോലത്തെ എന്തെല്ലാം വാർത്തകൾ നിങ്ങളെല്ലാവരും കൊടുത്തു. എന്തെല്ലാം വാർത്തകൾ ഓഹരി കൈമാറ്റം നടത്തിയില്ലേ, സതീശനും അദാനിയുമായിട്ട് ബന്ധമില്ലേ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങളുടെ ചാനലിലൊക്കെ ഉൾപ്പെടെ എല്ലാവരും വന്ന് വൈകുന്നേരം പറയണ്ടല്ലോ. I have made it very clear. This is a stand of the government. This is a stand of the cabinet. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ തലയിൽ മുണ്ടിട്ട് പോയാൽ മതി. അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരാണെങ്കിലും. അത് മനസ്സിലായില്ല, കാര്യം മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച ഒരു ചോദ്യം പോലും ഞാൻ ചോദിച്ചല്ലോ. ഈ ഗവൺമെന്റ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റില്ല. എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിങ്ങളിത് ഞാൻ പറയട്ടെ. നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് സർക്കാരിൻ്റെ പുറകെ നടക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. നിങ്ങൾ ഇല്ലാത്ത അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതെന്താ അല്ലല്ല, അത് അങ്ങനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം അങ്ങനെ അത്രേ ഉള്ളു. ചേട്ടൻ എന്നെ ഇനി ദേശാഭിമാനി വീണ്ടും വായിപ്പിക്കല്ലേ. ഞാൻ കറക്റ്റായിട്ട് മറുപടി പറയാം. എല്ലാ ദിവസവും അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. ഞാൻ ഓരോരുത്തരെ ഞാൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഞാൻ മുഖ്യമന്ത്രി ആവുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എനിക്ക് പോലും അറിയില്ലായിരുന്നു. ചുമ്മാ ഇതെല്ലാം
എനിക്കറിയാം ഇത് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നതെന്ന്. ചില ചാനലുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതാരാണ് ഇത്തരം ഗൂഢാലോചനകൾ നടത്തുന്നതെന്നൊക്കെ നന്നായി അറിഞ്ഞ് അത് നന്നായി ആസ്വദിച്ചിരിക്കുക ഞാൻ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളീ കൊടുത്ത വാർത്തകളൊക്കെ കണ്ട് ഞാൻ നിശബ്ദനാണ് മറ്റാണെന്നൊക്കെ നിങ്ങൾ പറയും, ആസ്വദിച്ചിരിക്കുക. എനിക്കൊരു ഞാനതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്, തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളോട് ചോദിച്ചത്, ഈ സർക്കാർ എന്ത് തെറ്റാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ ചെയ്തതെന്ന്. ഒരു മറുപടി ഉണ്ടായില്ലല്ലോ ഒരാൾക്കും. ഇനി വേണമെങ്കിൽ ചെന്നിരുന്നിട്ട് എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാനാണ് ഇപ്പൊ തീരുമാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചത് ഞാൻ ഒറ്റയ്ക്കാണോ? ഏത് തീരുമാനമാണ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തത്? ഒന്ന് ചോദിച്ചേ. ആ ചോദ്യത്തിനൊന്ന് മറുപടി പറ. ഏഷ്യാനെറ്റിന്റെ ലേഖനം ആ ചോദ്യത്തിന് മറുപടി പറ. അല്ല നിങ്ങൾ പറയാണ്. അല്ലാതെ നോ. ഞാൻ ഏത് തീരുമാനമാണ് ഒറ്റയ്ക്കെടുത്തതെന്ന് പറ. ഒരാളും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകളാണ്. അല്ലല്ല ചോയ്ക്ക്. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുത്തിട്ടുണ്ടോ? പറ എന്നൊക്കെ വി ഡി സതീശൻ പറയുന്നത് എല്ലാവരും കേട്ടില്ലേ? ഈ വി ഡി സതീശൻ എടുത്ത തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് KC വേണുഗോപാലൊക്കെ നടത്തിയ പ്രതികരണം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ മദ്യത്തിന് നികുതി കുറച്ച വിഷയങ്ങളൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും കേട്ട് കാണുമല്ലോ. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്ന കാര്യം നമ്മുടെ വി ഡി സതീശേട്ടൻ അറിഞ്ഞിട്ടും ഇങ്ങനെ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകണമെങ്കിൽ അതിന് നിസാര തൊലിക്കെട്ടിയൊന്നും പോരാ എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ മൊത്തത്തിൽ ആകെ തവിട് പൊടിയെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാലും മൂപ്പര് പറയും ഞാൻ ജയിച്ചേ എന്ന് പറയും. കാരണം അതാണ് നമ്മുടെ വി ഡി സതീശൻ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഒരു തീരുമാനം അല്ലല്ല ഞാൻ ഒറ്റയ്ക്കെടുത്ത എന്റെ ചോദ്യം അതാണ്. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനം ഏതാ? നിങ്ങൾ പറയുന്നുണ്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾ ഇതൊക്കെ ഞാൻ ഇവിടെ നിങ്ങൾ CPM അല്ലല്ലോ. CPM നടക്കണ കാര്യം നിങ്ങൾ അന്വേഷിക്കും. നടക്കണ കാര്യം അതൊക്കെ ഇതിനൊക്കെ പ്രോസസ് ഉണ്ടെന്ന് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. അല്ല, ഞാൻ ചോദിച്ചല്ലോ, ഈ സർക്കാർ എന്ത് തെറ്റാണ് അക്കാര്യത്തിൽ ചെയ്തത്? നിയമവിരുദ്ധമായിട്ടോ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. ആരോപണം ഉന്നയിച്ചവരെ കുറിച്ചാണ്, ഞാൻ അല്ലാത്ത മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്. എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ഈ സർക്കാർ എന്ത് തെറ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഒറ്റ ആൾക്ക് മറുപടിയില്ല. ഒരു ചോദ്യമില്ല. നിങ്ങൾക്ക് കിട്ടിയല്ല, തന്നല്ലോ നേരത്തെ. ദേശാഭിമാനിക്ക് നന്നായിട്ട് തന്നല്ലോ. ഇനിയും ചോദിച്ചു മേടിക്കല്ലേ എൻ്റെ കയ്യിൽ നിന്ന്. വേറെയും ദേശാഭിമാനി എൻ്റെ അടുത്ത് 2025 വേറെ പറ. അതിനുശേഷം മാധ്യമപ്രവർത്തകർ വീണ്ടും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ വെട്ടിലാകുമല്ലോ പണിയാകുമല്ലോ എന്ന് മനസ്സിലാക്കിയ വി ഡി സതീശൻ നൈസായിട്ട് എഴുന്നേറ്റ് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്രയും മതി. എന്തൊരു ഓട്ടമാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ഈ ഓട്ടം വല്ല ഒളിമ്പിക്സിൽ ഓടിയായിരുന്നെങ്കിൽ വി ഡി സതീശന് ഉറപ്പായിട്ടും എന്തായാലും മെഡൽ കിട്ടുമായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ ഭയന്ന് ഓടലേട്ടോ വി ഡി സതീശ. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടോ? എന്റെ ലൈഫിൽ, അതായത് ഞാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ മന്ത്രിസഭയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കും. ആദ്യം ഞാൻ പറയുക അത് നിങ്ങളുടെ അടുത്തായിരിക്കും എന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ പോലും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും ഒക്കെ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മുഖ്യമന്ത്രി ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇതിനെ പൂക്കി മുഖ്യമന്ത്രി എന്നൊന്നും പറഞ്ഞാൽ പോരാ. എന്തായാലും മാധ്യമങ്ങളെ കേൾക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും ഒക്കെ ഒന്ന് കുറച്ചുകൂടിയൊക്കെ ഒരു സഹിഷ്ണുതയൊക്കെ കാണിച്ചിരിക്കണം. ഇത്ര അസഹിഷ്ണുത പാടില്ല മുഖ്യമന്ത്രിക്ക് എന്ന് പറഞ്ഞു വെക്കുകയാണ്.